E20 പെട്രോളിനെതിരെ നടന്ന ഡീപ് ഫേക്ക് പ്രചാരണത്തിൽ ഇന്റർനെറ്റ് സമൂഹമാധ്യമ സേവനദാതാക്കൾക്കെതിരെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്ന് ബോംബെ ഹൈക്കോടതി. മെറ്റ, എക്സ്, ഗൂഗിൾ എന്നീ കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അപകീർത്തികരമായ നിരവധി പരാമർശങ്ങളാണ് നിതിൻ ഗഡ്കരിക്കെതിരെ പ്രചരിച്ചത്. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട നിരവധി ഡീപ് ഫേക്ക് വീഡിയോകളാണ് നിതിൻ ഗഡ്കരിക്കെതിരെ വ്യാപകമായി പ്രചരിച്ചത്. ഇവ നീക്കം ചെയ്യാനുള്ള കേസുമായി ബന്ധപ്പെട്ടാണ് മുംബൈ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവുണ്ടായിരിക്കുന്നത്. വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെട്ട സമൂഹമാധ്യമ ഇന്റർനെറ്റ് സേവനദാതാക്കൾക്കെതിരെ നിതിൻ ഗഡ്കരിക്ക് കോടതിയെ സമീപിക്കാം. മെറ്റ, എക്സ് കോർപ്പറേഷൻ, ഗൂഗിൾ എന്നീ സേവനദാതാക്കൾക്കെതിരെ നിയമ നടപടികൾ തുടരാമെന്നാണ് ബോംബെ ഹൈക്കോടതി ഉത്തരവ്. എഥനോൾ മിശ്രിത പെട്രോളിനെതിരെ വ്യാപക പ്രചാരണങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ നടന്നത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് E20 പെട്രോൾ. തന്റെ മന്ത്രാലയത്തിന് നേരിട്ട് ബന്ധമില്ലാത്ത പദ്ധതിയിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നിതിൻ ഗഡ്കരി കോടതിയെ സമീപിച്ചത്. തനിക്കും കുടുംബാംഗങ്ങൾക്കും നേരെ വ്യാപകമായി നടന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് നിയമ നടപടിയെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കുന്നു. ഡീപ് ഫേക്ക് വീഡിയോകൾ ഏറ്റവും മോശമായ ഭാഷയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്നും പരാതിയിൽ പറയുന്നു. നിർമ്മിത ബുദ്ധി ഡീപ് ഫേക്കുകൾ രാഷ്ട്രീയ വിമർശനങ്ങൾക്കും ആക്ഷേപഹാസ്യത്തിന്റെയും പരിധികൾ ലംഘിക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.